ആ അതെല്ലാം ന്യൂസ് കണ്ടായിരുന്നു. ഇല്ല, എന്നാടാ? പോലീസ് അന്വേഷിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൻ്റെ അപ്പൻ എന്തോ സീൻ ഉണ്ടാക്കി. ആണോ? കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസം കാണാതായ അതുൽ എന്ന ഫുഡ് ഡെലിവറി ബോയുടെ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നു എന്ന പരാതി വന്നല്ലോ രാധാമണി. ഒരാഴ്ചയായി കേട്ടാലിപ്പല്ല ഇല്ലാത്തൊന്നുമല്ലല്ലോ. അവൻ ഉണ്ടായടാ. അന്വേഷണത്തിന്റെ പിതാവ് PNP ന്യൂസിനോട് പറഞ്ഞു. കാലവർഷം കനക്കുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട്. വണ്ടിപ്പെരിയാർ ചുരക്കളം എസ്റ്റേറ്റിലെത്തി 6 വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലെ പ്രതിയെ കോടതി വിട്ടത്. കുട്ടിയുടെ മരണം കൊലപാതകമാണെന്നും പീഡനം നടന്നിട്ടുണ്ടെന്നുമുള്ള കണ്ടെത്തൽ കോടതി ശരിവെച്ചു. ഇല്ലമ്മേ, ഡ്യൂട്ടിയില്ല. ചായ കുടിക്കാനൊന്നും സമയം കിട്ടിയില്ല. ആദ്യം വാങ്ങിച്ചേക്കാം. വേണ്ട വേണ്ട, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ വേഗം എത്താം. ശരി അമ്മേ. ആ എത്രയായി? 699 സർ. നല്ല മഴയാ, കുറഞ്ഞിട്ട് പോ, അകത്തോട്ടിരിക്കാം. എന്താടോ തൻ്റെ പേര്? നന്ദു എന്നാ സാർ. ആ സാറിൻ്റെ പേര് അലക്സ് എന്നാണ്. അതെ, ഓർഡറിൽ കണ്ടായിരുന്നു. ആ എടോ, ഞാനിവിടെ ഒറ്റയ്ക്കാ, അതുകൊണ്ട് ചായ ഇട്ട് തരാൻ പോലും ആരുമില്ല. സാറിൻ്റെ ഫാമിലിയൊക്കെ? അങ്ങനെ ആരുമില്ല നന്ദു, ഞാനിവിടെ വാടകയ്ക്കാ താമസം.
നേരത്തെ ഇവിടെ താമസിച്ചിരുന്നവരുടെ ഈ കാണുന്ന ഫർണിച്ചറെല്ലാം. അവരെന്താ ഇതൊന്നും കൊണ്ടുപോകാഞ്ഞേ? താൻ ഈ ശ്രീധരൻ കൊലപാതക കേസെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, നല്ല വാർത്തയായിരുന്നല്ലോ. ആ പാർട്ടിക്കാരനല്ലേ? ആ കൊലപാതകം നടന്ന വീടായി. പുള്ളിയുടെ സാധനങ്ങളാ ഈ കിടക്കുന്ന മുഴുവൻ. ഇവിടെ താമസിക്കാൻ എല്ലാവർക്കും പേടിയാണ്. വന്നവരാരും തിരിച്ചു പോയിട്ടെന്നൊക്കെയാ നാട്ടുകാർ പറയുന്നു. പക്ഷേ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസമായി. എന്തിനാ സാർ പേടി? മരിച്ച പുള്ളിയുടെ പ്രേതം ഇവിടൊക്കെ കറങ്ങി നടക്കുന്നുണ്ടെന്നാ എല്ലാവരും പറയുന്നത്. എന്താ, നന്ദുവിന് പേടിയുണ്ടോ പ്രേതത്തെ? ഇല്ല സാർ, പ്രേതം എന്താണെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. അറിയാത്ത ഒന്നിനെ ഞാൻ എങ്ങനെ പേടിക്കും? പ്രേതത്തെ അറിയില്ലെന്നോ? എനിക്ക് മനസ്സിലായില്ല. സാർ, ഒരു പറമ്പിലൂടെ ഞാൻ പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ടാൽ ഞാൻ പേടിക്കും, ചിലപ്പോൾ ഓടും. അതെന്തുകൊണ്ടാണ്? അത് പാമ്പാണെന്നും അത് കൊത്തിയാൽ മരിക്കുമെന്നും എനിക്കറിയാം. പക്ഷേ പ്രേതം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ നന്ദുവിന് ദൈവത്തെയും വിശ്വാസമില്ലേ? വിശ്വാസം അങ്ങനെയല്ല, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഈ പറഞ്ഞതും മനസ്സിലായില്ലല്ലോ. ദൈവമേ രക്ഷിക്കണേ എന്നെല്ലാവരും പ്രാർത്ഥിക്കാറില്ല. അവരെല്ലാം രക്ഷപ്പെടാറുണ്ട്. എൻ്റെ സങ്കടങ്ങൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം സന്തോഷത്തിലാണ്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സങ്കടങ്ങളും അറിയുന്നതാണ് ദൈവമെങ്കിൽ ആരും ഒറ്റയ്ക്കാവില്ലല്ലോ സാർ. അറിയൂ ഗേ? എന്താ സാർ? അല്ല, കയ്യിലെ ആ ടാറ്റു, അത് ഗേ എന്നതിൻ്റെ സിമ്പൽ അല്ലേ? അത് പിന്നെ അതെ സാർ. ഞാൻ എന്നാ പോട്ടെ. മഴ കുറഞ്ഞില്ലല്ലോ. അതോ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? എനിക്കത് കുഴപ്പമില്ല സാർ. എല്ലാവരെയും ഒളിച്ചും പാത്തും കളിയാക്കിയും മുഖത്ത് നോക്കി പരിഹസിച്ചും എനിക്കത് ശീലമായി. പിന്നെ ഇത് തെറ്റൊന്നുമല്ലല്ലോ. അതിന് തെറ്റാണെന്നാരാ പറഞ്ഞു? അഥവാ തെറ്റാണെങ്കിലും അത് നമുക്കിടയിൽ ശരിയാണെങ്കിലോ? സാർ, എന്താ നന്ദു, താല്പര്യമില്ലെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല സാർ. പിന്നെന്താ ആലോചിക്കാൻ? ഇവിടെ തെറ്റില്ലല്ലോ. വാഷ്റൂം എവിടെ? Ha 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 ha!